ഡേയ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സോൾ പവർ ഹൈ ആയി മാറിക്കഴിഞ്ഞോ എന്ന് സിമ്പിളായി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കത്തക്ക രീതിയിലുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പകർന്നു തരുന്നത്. നമ്മുടെ സോൾ പവർ ഹൈ ആയി മാറിയാൽ മാത്രമാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ നമ്മളുടെ സോൾ പവർ ഹൈ ആയി മാറിയോ എന്ന് സിമ്പിളായി മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എനർജറ്റിക്കലി, മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് എനർജറ്റിക്കലി നമ്മൾ നല്ല ഹൈ ആയിട്ടാണോ ഇരിക്കുന്നത്, ഇമോഷണലി സ്റ്റേബിൾ ആയി കഴിഞ്ഞോ, ഫിസിക്കലി നല്ല ഫിറ്റാണോ, ആരോഗ്യം കറക്റ്റാണോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് സ്വയം മനസ്സിലാക്കാം നമ്മുടെ സോൾ പവർ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ സോൾ പവർ ഹൈ ആകാനുള്ള 2 മെത്തേഡുകളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇന്നർ വർക്ക് എന്നുള്ളത്. എന്താണ് ഇന്നർ വർക്ക്? ഇന്നർ വർക്കിൽ 2 കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇന്നർ വർക്കിൽ പറയുന്നത് ആദ്യത്തേത് ഫിസിക്കലി ഫിറ്റാണ്. ഫിസിക്കലി നമ്മളിൽ പല ബ്ലോക്കേജുകളുണ്ടാകും. നമ്മളിങ്ങനെ ഒരു എക്സസൈസ് ചെയ്യലോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല ബ്ലോക്കേജുകൾ വരികയും നമ്മൾക്ക് പല അസുഖങ്ങൾ വരികയും ചെയ്യും. മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി പോലും നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫിസിക്കലി ഉള്ള ബ്ലോക്കേജുകളെല്ലാം മാറ്റുക. ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സർസൈസസ്. നല്ല നല്ല എക്സർസൈസുകൾ സെലക്ട് ചെയ്തെടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിക്കലി ഉണ്ടാവുന്ന ബ്ലോക്കേജുകൾ മാറിക്കിട്ടും. അപ്പോൾ ഇന്നർ വർക്കിൽ ആദ്യത്തേതാണ് ഫിസിക്കലി വരുന്ന ബ്ലോക്കേജുകൾ മാറ്റുക എന്നുള്ളത്. അസുഖങ്ങൾ വരില്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ വരില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇന്നർ വർക്കിൽ തന്നെ പറയുന്ന 2ാമത്തെ കാര്യമാണ് മെൻ്റലി നമ്മൾ ബ്ലോക്കേജുകൾ മാറ്റണം. അതായത് ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രോമകളെല്ലാം നമ്മുടെ മനസ്സിൽ വലിയ വൂണ്ടുകൾ, മുറിവുകളായി കിടക്കുകയും നിരാശ, ദുഃഖം, വിഷാദം, സ്ട്രെസ്സ്, ഡിപ്രഷൻ എന്നിവ ഉണ്ടാവും. ഇതൊക്കെ അടക്കി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വളർന്നു വരും. നമ്മൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇതൊന്നും നമ്മളിൽ നിന്ന് റിമൂവായി പോകാതെ അടിച്ചമർത്തി നമ്മുടെ ഉള്ളിൽ തന്നെ ശരീരത്തിൽ അത് കിടപ്പുണ്ടാവും. അതാണ് മെൻ്റലി നമ്മൾക്ക് വരുന്ന ബ്ലോക്കേജുകൾ. അപ്പോൾ ഇതെല്ലാം മാറ്റണം. അപ്പോൾ ഇന്നർ വർക്കിൽ പറഞ്ഞിരിക്കുന്ന ഫിസിക്കലിയുള്ള ബ്ലോക്കേജുകൾ മാറ്റുക, മെൻ്റലിയുള്ള ബ്ലോക്കേജുകൾ മാറ്റുക. അപ്പോൾ ഫിസിക്കലിയുള്ള ബ്ലോക്കേജുകളും മെൻ്റലിയുള്ള ബ്ലോക്കേജുകളും മാറ്റുമ്പോൾ തന്നെയാണ് ഇന്നർ വർക്ക് കറക്റ്റ് ആകുന്നത്. നമ്മുടെ സോൾ പവർ ഹൈ ആകുന്നതിനുള്ള 1ാമത്തെ മെത്തേഡാണ് ഇന്നർ വർക്ക്. ഇനി 2ാമത്തേതാണ് സ്പിരിച്വൽ വേ എന്നുള്ളത്. ഈ സ്പിരിച്വൽ വേ നമ്മൾ എങ്ങനെ ചെയ്യും? അതിനാണ് പ്രെയറും മെഡിറ്റേഷനും നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ തന്നെ 1 മണിക്കൂറൊക്കെ നമുക്കൊന്ന് പ്രേ ചെയ്യാവുന്നതാണ്. ഈ പ്രെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മെഡിറ്റേഷനും ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷനും പ്രെയറും കൂടി ഒപ്പം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്പിരിച്വൽ വേയിലേക്ക് വന്നു കഴിഞ്ഞു, ആത്മീയമായ ഒരു വഴിയിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ ഈ ബോഡി യൂണിവേഴ്സിൻ്റെ ആണെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ ആണെന്നും യൂണിവേഴ്സിന് അതിൽ പങ്കുണ്ടെന്നും അതുപോലെ യൂണിവേഴ്സിനെ നല്ലവിധം സ്നേഹിക്കുകയും ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് തരുമെന്നും അതുപോലെ നമ്മളുടെ മനസ്സിൽ മറ്റുള്ളവരുടെ ഒരു കുരുട്ട് ബുദ്ധി, അസൂയ, ജലസി ഇതൊന്നും ഇല്ലാത്ത വിധത്തിൽ ഗ്രൗണ്ടഡ് ആയിരിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാവുകയും ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ മനസ്സ് ഗ്രൗണ്ടായിട്ട് ഫ്ലോപ്പായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്പിരിച്വൽ വേയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ നേച്ചറിനെ, പ്രകൃതിയെ നല്ല രീതിയിൽ അങ്ങോട്ട് ആരാധിക്കുക എന്നുള്ളതാണ്, സ്നേഹിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് സ്പിരിച്വൽ വേ. ഇതിന് നിങ്ങളെ മെഡിറ്റേഷനും പ്രെയറും സഹായിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം കൂടാതെ ഒരു പാസ്റ്റ് കർമ്മ എപ്പോഴും നമ്മളിലുണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഈ ജന്മത്തിലും നമ്മളെ പിന്തുടരുമെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തെ പോലെ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ നിസ്സാരക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഈ ജന്മത്തിൽ യാതൊരു പാപങ്ങളും ചെയ്യാതെ ഈ പാസ്റ്റ് കർമ്മയുടെ അതിന് ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള മുറിവുകൾക്ക് നമ്മൾ ഹീലിംഗ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മറ്റുള്ള ആളുകൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടന്ന് അവരോടുള്ള വൈരാഗ്യം, റിവെഞ്ച് എങ്ങനെ ചെയ്യുക, അവരുടെ മുമ്പിൽ എങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കാം, ഈ ചിന്തയല്ല വേണ്ടത്. അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, അവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കി കൊടുക്കുക. അവരെ കളഞ്ഞുകൊണ്ട്, മനസ്സിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു ഡയറക്ഷനിലേക്ക് നമ്മുടെ ജീവിതം തിരഞ്ഞെടുത്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സോൾ പവർ ഹൈ ആയി മാറിക്കഴിഞ്ഞു, നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് നടക്കുമെന്നറിയാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ
ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക.